ദുആയുടെ വില ഇന്ന് പല ആളുകൾക്കും അറിയില്ല. നിങ്ങൾ നോക്കൂ, നാട്ടിൽ വലിയ കുഴപ്പങ്ങൾ നടക്കും, പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മളൊരാളോട് എന്തുണ്ട് ഇതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യൂ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ എന്തോ അവനോട് മോശം പറഞ്ഞതുപോലെയാണ് ചില ആളുകളുടെ ചിന്താഗതി. പ്രത്യേകിച്ച് ഈ ഖാരിജി ചിന്തയുടെ അനുരണനങ്ങൾ മനസ്സിൽ കയറിയ ആളുകൾക്ക് പ്രത്യേകിച്ചും മുസ്ലിമുകളുടെ വലിയ പൊതു പ്രശ്നത്തിൽ ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്ത് ദുആ ചെയ്യും, ദുആ ചെയ്യാൻ പറയും നിങ്ങൾ, ദുആ ചെയ്തിട്ട് എന്ത് ചോദിക്കുന്നത് കാണും. ദുആന്റെ വില മനസ്സിലാകാത്തതുപോലെ എന്തിനാണ് നീ വില കുറച്ച് കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളിൽ ഏറ്റവും വിലപ്പെട്ടതായി പറഞ്ഞതാണ് ദുആ. അക്രമു അലല്ലാഹ്, അല്ലാഹുവിങ്കിൽ ദുആയേക്കാൾ അക്രമമായ മറ്റൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുആയേക്കാൾ അല്ലാഹുവിങ്കിൽ വിലയുള്ള മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഭൗതിക പരിഹാരം ഏതുണ്ട് എങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണ് ദുആ. പരിഹാരം തന്നെ പരിഹാരമാണ് എങ്കിൽ, പക്ഷെ അതിനേക്കാൾ വലുതാണ് ദുആ എന്നത് മറക്കരുത്. ദുആ ആളുകളോട് ആവശ്യപ്പെടാതിരിക്കുക എന്നതാണ് ഏറ്റവും ഖൈർ. അത് ആവശ്യപ്പെട്ടാൽ പ്രതിഫലം ആവശ്യപ്പെടാതെ നമുക്ക് ദുആ ചെയ്യാം. അത് വളരെ നല്ല കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് വളരെ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. അള്ളാഹു ഇത് സ്വീകരിക്കും. അതുപോലെ അള്ളാഹു നിനക്ക് അതുപോലുള്ളത് നൽകും. അതുപോലെ പരസ്പരം സ്നേഹം ഉണ്ടാകാൻ അത് സഹായിക്കും. എൻ്റെ സഹോദരൻ ഇല്ലാത്ത അവസരത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഇത് പുറത്ത് കൂട്ടുകാരുടെ കാര്യത്തിൽ മാത്രമല്ല, ഭാര്യയുടെ മക്കളുടെ ഒക്കെ കാര്യത്തിൽ ഏറെ ഫലം ചെയ്യുന്ന, കുടുംബജീവിതം നന്നായി പോകുന്ന കാര്യമാണ്. സ്നേഹം വർദ്ധിക്കും, കുഴപ്പങ്ങൾ അവസാനിക്കും. ഒരു സ്ത്രീ പറഞ്ഞു എന്നാണ്, അതായത് അവളുടെ ഭർത്താവുമായുള്ള നല്ല ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഞാനുമായി എപ്പോൾ പ്രയാസമുണ്ടായാലും ഞാൻ അദ്ദേഹത്തിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അത്ഭുതകരമായി എനിക്ക് കാണാം നമ്മൾ അടുത്ത കാഴ്ചയിൽ നമ്മുടെ ബന്ധം വളരെ നന്നായി തീരുന്നത്. അത് ബന്ധം നന്നാകാൻ വളരെ സഹായിക്കുന്ന കാര്യമാണ് ദുആ. അതിൻ്റെ ഫലം നിസാരമല്ല, ചില്ലറ കാര്യമല്ല. നീ മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത് നോക്കി, നിന്റെ മക്കളെ അല്ലാഹു റബ്ബുൽ ആലമീൻ നന്നാക്കി നൽകും. മുസ്ലിമീങ്ങളുടെ സ്ത്രീകൾക്ക് വേണ്ടി ദുആ ചെയ്യും, നിന്റെ സ്ത്രീകൾ അള്ളാഹു നന്നാക്കി നൽകും. അവരുടെ സമ്പത്തിനോട് ദുആ ചെയ്യും, നിന്റെ സമ്പത്ത് അള്ളാഹു നന്നാക്കി നൽകും. അവരുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യും, നിന്റെ ആഫിയത്ത് അള്ളാഹു നന്നാക്കി തരും. നിസ്സാരമായ കാര്യമല്ല. കാരണം ഒരു മലക്ക് നിന്റെ അരികിൽ ഉണ്ട് എന്നാണ്. എന്ത് പറഞ്ഞിട്ട്? ആമീൻ വലക ബിമിസിൽ. ആമീൻ, അതിലൂടെ അള്ളാഹു സ്വീകരിക്കാൻ നമുക്ക് മനസ്സിലായി. മലക്കനാണ് ആമീൻ പറയുന്നത്. അള്ളാഹു സ്വീകരിക്കണേ, വലക ബിമിസിൽ, നിനക്ക് അതുപോലുള്ളത് ഉണ്ടാകട്ടെ. അത് ബാക്കിയാണ്, രണ്ടുണ്ട്. അമീൻ എന്ന് മാത്രമല്ല, നിനക്ക് അതുപോലുള്ളത് ഉണ്ടാകട്ടെ എന്ന് മലായിക്കത്ത് പറയുമെന്നാണ്. അതുകൊണ്ട് ദുആ ചെയ്യുക.